ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോട് ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്ക് എർട്ടിക എന്ന് പറഞ്ഞൊരു വണ്ടിയാണ്. മാരുതിയുടെ എർട്ടിക ഏറ്റവും പുതിയൊരു വണ്ടിയാണ്. അപ്പോൾ അതിൻ്റെ വർക്കുകളൊക്കെ നടന്നു തുടങ്ങി. ഇപ്പോൾ നമുക്കറിയാം, ഫ്രണ്ട് DRL, അതുപോലെ തന്നെ ഹെഡ്ലൈറ്റിൻ്റെ മുകളിൽ വരുന്ന DRL, വുഡൻ്റെ സ്റ്റൈലിഷ് കിറ്റ്, ഷാർപ്പിൻ്റെ അടിപൊളിയായിട്ടുള്ളൊരു DVR സിസ്റ്റം, ഫ്രണ്ട് ബാക്ക് ക്യാമറയുള്ളത്, അതേപോലെ സീറ്റ് കവർ ചെയ്യാനുണ്ട്, അടിയിൽ വിനൈൽ മാറ്റ് ചെയ്യാനുണ്ട്, പിന്നെ ക്രോം ഐറ്റംസ് ചെയ്യാനുണ്ട്. ഇപ്പോൾ ബാക്കിലെ നമ്മുടെ റിയർ റിഫ്ലക്ടർ മാറ്റിയിട്ട് അവിടെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ലൈറ്റ് ഫിറ്റ് ചെയ്യണം. ഏത് LED ലൈറ്റ്. ഇത് ഫ്രണ്ടിലെ DRLൻ്റെ കണക്ഷൻ കൊടുത്തു കഴിഞ്ഞു. ഫ്രണ്ടിൽ വർക്കും ഏതാണ്ട് തീർന്നു. അപ്പോൾ ഇതൊക്കെ ഞാൻ കൃത്യമായിട്ട് വീണ്ടും കാണിച്ചു തരാം. ഞാൻ ഓടിച്ചൊന്ന് പറയുമ്പോൾ മാത്രം. അതേപോലെ തന്നെ നമ്മൾ സീറ്റ് കവർ നമ്മൾ ചെയ്യുന്നത് ഫുൾ ടാൻ കളറുള്ളൊരു സീറ്റ് കവറാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ ഫ്രണ്ടിലേക്കുള്ള സ്കർട്ടിങ് ആണ്. ആ 4 പീസ് വരുന്നുണ്ട്. അത് ശരിക്കും വണ്ടിക്ക് നല്ല ഷോ വരുന്ന ഒരു ഐറ്റമാണ്. അതേപോലെ തന്നെ നമ്മളിത് റെയിൻ ഗാർഡിൻ്റെ വർക്ക്. റെയിൻ ഗാർഡ് നമ്മൾ വിത്ത് ക്രോമാണ് ചെയ്യുന്നത്. വിത്ത് ക്രോം ഉള്ളൊരു റെയിൻ ഗാർഡ് നമ്മൾ ചെയ്യുന്നുണ്ട്. അതേപോലെ അത് ഈ സ്കർട്ടിങ് വരുന്നത് ഫ്രണ്ടിലാണ്. അതേപോലെ ഒരു ഡിഫ്യൂസർ ബാക്കിൽ നമ്മളിത് ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അടിപൊളിയായിട്ടുള്ളൊരു ഡിഫ്യൂസർ. അതേപോലെ തന്നെ ഡിക്കീമ 3 ക്രോം ഡിക്കീമ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിൽ ചെയ്യാനുള്ളത് ഫ്രണ്ടിലെ സ്റ്റൈലിഷ് കിറ്റ്, അതല്ല ഫ്രണ്ടിലെ സ്കർട്ടിങ്. ഇതാണ് പീസ് വരുന്നത്. 4 പീസാണ് വരുന്നത്. അത് ടീക്ക് വേണ്ടി മാത്രം വരുന്നതാണ്. അപ്പോൾ നമ്മുടെ പുറമേ നിന്നുള്ള വർക്കുകളെല്ലാം ഒരുവിധം കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് നമ്മൾ ചെയ്തിട്ടുള്ള വർക്കുകൾ, പുറമേ ഉള്ള വർക്കുകൾ നമുക്ക് ഓടിച്ചൊന്ന് കാണാം. പുറമേ ഉള്ളതിൽ നമുക്ക് ഇങ്ങനെ ആ സൈഡ് വീഡിങ്, അതേപോലെ തന്നെ റെയിൻ ഗാർഡ്, അതുകൊണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഓടിച്ചൊന്ന് വർക്ക് ഒന്ന് കാണാതെ. ഇപ്പം നമുക്ക് എല്ലാ വർക്കും പുറത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ വണ്ടിയുടെ പുറത്തുള്ള വർക്കുകൾ ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ അടിയിൽ വരുന്ന ഡിഫ്യൂസർ ഒന്ന് കാണാം. നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഡിഫ്യൂസറാണ് നമ്മൾ ഇതിൻ്റെ അടിയിലേക്ക് വെച്ചിട്ടുള്ളത്. നല്ല സ്റ്റൈലായിട്ടുള്ളൊരു ഡിഫ്യൂസറാണ്. നല്ല ഗ്ലോസി ബ്ലാക്കിൽ നടുത്ത് വന്നിട്ടൊന്ന് കാണാം. വേണ്ട, നല്ല ഗ്ലോസി ബ്ലാക്കിൽ സിൽവർ കളറിൽ അടിയിലൊരിത്, അതുപോലെ ഇവിടെ ഒരു റിഫ്ലക്ടറും കൂടി വരുന്നുണ്ട്. പിന്നെ ഇവിടെ സൈലൻസറിൻ്റെ പോലെ 2 സൈഡിലേക്ക് നല്ല സ്റ്റൈലായിട്ട് നല്ല ക്രോം ഫിനിഷിങ്ങിൽ. അപ്പോൾ ഇത് ഇപ്പോൾ സംഗതി വണ്ടി കിടന്നപ്പോഴേക്കും പൊടിയായി. എന്താ കാരണം എന്ന് വെച്ചാൽ പറഞ്ഞിട്ട് കാര്യമില്ല, റോഡ് സൈഡാണ്. അതുമാത്രമല്ല, ഇതിൻ്റെ ഏറ്റവും വലിയ കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ടൈം നല്ല ചൂട് സമയം, പൊടി കൂടുതലുള്ളൊരു സമയമാണ്. അതുകൊണ്ടാണ് ആ പൊടി വന്നിരിക്കുന്നത്. നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഡിഫ്യൂസറാണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ നല്ലൊരു റിഫ്ലക്ടർ LED. ഇതിലൊരു ശരിക്കും ഒരു റിഫ്ലക്ടറാണ് ഇതിൽ വരുന്നത്. ആ റിഫ്ലക്ടർ മാറ്റിയിട്ട് നമ്മളൊരു LED ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ തന്നെ നമുക്ക് പാർക്ക്, ബ്രേക്ക്, ഇൻഡിക്കേറ്റർ, ഇത് മൂന്നും കൂടിയിട്ടാണ് ഈ ഒരു LED ഇവിടെ വന്നിട്ടുള്ളത്. അതേപോലെ അത് ഞാൻ കത്തിച്ച് കാണിച്ചു തരാം. അതേപോലെ തന്നെ ഡിക്കിമിക്ക് വരുന്നൊരു U ക്രോം, നല്ല അടിപൊളിയായിട്ടുള്ളൊരു U ക്രോം. അതേപോലെ തന്നെ ഇതിൻ്റെ അടിയിലേക്ക് വരുന്നൊരു ക്രോം, നമ്പർ പ്ലേറ്റിൻ്റെ മുകളിൽ വരുന്നൊരു ക്രോം. പിന്നെ വന്നിട്ടുള്ളതാണ് ഈ ക്രോം. ഇത്രയും ക്രോമുകളാണ് നമുക്ക് ഇതിൽ വന്നിട്ടുള്ളത്. ഇത് ബാക്കിൽ വന്നിട്ടുള്ള ക്രോമുകളാണ് കേട്ടോ. പിന്നെ നമ്മൾ ചെയ്തിട്ടുള്ള ഒരു വർക്കിന് നല്ലൊരു സ്പോയിലറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ABS മെറ്റീരിയലിലുള്ള സെയിം കളറിലൊരു ചേഞ്ച് പോലും അതിലുണ്ടാവില്ല. സെയിം കളറിലുള്ള നല്ല അടിപൊളിയായിട്ടുള്ളൊരു ലൈറ്റ് വെയ്റ്റ് സ്പോയിലറാണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ചെയ്തിട്ടുള്ള വർക്കാണ് ഇതിലേക്ക് ചെയ്തിട്ടുണ്ട് ഈ റൂഫ് റെയിൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു റൂഫ് റെയിലാണ്. ABS മെറ്റീരിയലാണ്. ഇതിന് ശരിക്കും 3 സ്ഥലത്താണ് ഇതിൻ്റെ പിടുത്തം വരിക. ഒന്ന് ഇതിലൊന്ന് വരും, പിന്നെ ഇതിലൊരു പിടുത്തം വരും, പിന്നെ നമുക്ക് പിടുത്തം വരുന്നത് ഇതിലാണ്. അത് നല്ല സ്റ്റൈലായിട്ടുള്ളൊരു റൂഫ് റെയിൽ നമ്മൾ ചെയ്തിരിക്കുന്നത്. അതേപോലെ പിന്നെ ചെയ്തിട്ടുള്ള ഒരു റെയിൻ ഗാർഡിൻ്റെ പ്രത്യേകത കണ്ട. ഈ റെയിൻ ഗാർഡ്, ഈ ക്രോം വരുന്ന റെയിൻ ഗാർഡിൽ അതിൻ്റെ ഈ മെറ്റീരിയലിനും ക്വാളിറ്റി കൂടുതലാണ്. ഈ ക്രോം ഇല്ലാത്ത സാധാരണ റെയിൻ ഗാർഡ് പോലെയല്ല ഇത്. ഇതിൻ്റെ ഈ റെയിൻ ഗാർഡിനുള്ള ഫിനിഷിങ് പോലും ക്രോമുള്ളതിന് മാറ്റമുണ്ട്. നല്ല ഫിനിഷിങ്ങുള്ള മെറ്റീരിയലാണ്. അത് ശരിക്കും നമുക്ക് 3 പീസ് നമുക്ക് അതിൽ വരുന്നുണ്ട്. ക്വാർട്ടർ ഗ്ലാസ് ഉൾപ്പെടെ. ഇതാണ് ക്വാർട്ടർ ഗ്ലാസ് വരുന്നത്. ക്വാർട്ടർ ഗ്ലാസിൻ്റെ മേലേക്കും കൂടിയൊരു പീസ് വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൽ ചെയ്യാനുള്ള വർക്ക് വിൻഡോ ഗാർണിഷ് ലോവർ ഇതിൽ ഒട്ടിക്കാനുണ്ട്. അത് നമ്മൾ ഒട്ടിച്ചിട്ടില്ല, നമുക്ക് എത്തിയിട്ടില്ല, കുറച്ച് കഴിയുമ്പോഴേക്ക് എത്തും. അതേപോലെ തന്നെ ക്യാച്ച് കവർ, നല്ല അടിപൊളിയായിട്ടുള്ളൊരു ക്യാച്ച് കവർ നമ്മൾ ഇതിൽ ചെയ്തിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ക്യാച്ച് കവർ വരുന്നത്. പിന്നെ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ അടിപൊളിയായിട്ടുള്ളൊരു ഡോർസിൽ പ്ലേറ്റ്, എർട്ടിക എന്ന് എഴുതിയിട്ടുള്ളൊരു ഡോർസിൽ പ്ലേറ്റ്, അതിൽ ലൈറ്റ് ഉള്ളതാണ്.
അതേപോലെ നല്ല അടിപൊളിയായിട്ട് ആംബിയൻ ലൈറ്റ്. ഈ ആംബിയൻ ലൈറ്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ടിലേക്ക് ഡാഷ്ബോർഡിന്റെ അടിയിൽ ഫ്രണ്ടിൽ 2 ഭാഗത്തും, അതേപോലെ തന്നെ ഇവിടെ ഈ നമ്മുടെ ഫ്രണ്ട് സീറ്റിന്റെ അടിയിൽ ഇത് ഒട്ടിക്കുക, ബാക്കിലേക്ക് ലൈറ്റ് കിട്ടാവുന്ന രീതിയിൽ. അത് സീറ്റ് നമ്മൾ ഫിറ്റ് ചെയ്യുമ്പോഴാണ് ഒട്ടിക്കുള്ളൂ. പിന്നെ സീറ്റിന്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു. സീറ്റ് നമ്മൾ ടാൻ കളറും ബ്ലാക്കും കൂടിയിട്ടുള്ള ഒരു സീറ്റ് കവറാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സീറ്റ് കവറാണ്. ഇപ്പൊ ബാക്കിലത്തെ സീറ്റ് ഇപ്പൊ നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റും. ഇനി നമ്മൾ ഫ്രണ്ടിലെ സീറ്റ് ഫിറ്റ് ചെയ്ത് ഇതേപോലെ നമുക്ക് എടുക്കാൻ ബുദ്ധിമുട്ട് വരും. പിന്നെ ഇപ്പൊ ഈ സീറ്റ് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സീറ്റാണ്. ഇപ്പൊ ബാക്കിലത്തെ ഏറ്റവും ബാക്കിലെ റോല സീറ്റാണ് ഇപ്പൊ അതിലുള്ളത്. ഇനി ബാക്കി സീറ്റുകൾ നമുക്ക് ഫിറ്റ് ചെയ്യണം. അത് വിനൽ മാറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ അതിൽ ഫിറ്റ് ചെയ്യുള്ളൂ. ആയിരിക്കുന്നതാണ് കമ്പനി സ്റ്റീരിയോ വരുന്നത് കേട്ടോ. ആ സ്റ്റീരിയോ നമ്മൾ മാറ്റിയിട്ടുള്ളതാണ്. ഇതാണ് ഇതിന്റെ കമ്പനി സ്റ്റീരിയോ വരുന്നത്. ഈ സ്റ്റീരിയോ നമ്മൾ മാറ്റിയിട്ട് നല്ല 9 ഇഞ്ചിന്റെ ഒരു ആൻഡ്രോയിഡ് സിസ്റ്റം നമ്മൾ ഇതിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 ഇഞ്ചിന്റെ ആൻഡ്രോയിഡ് സിസ്റ്റം എന്ന് മാത്രമല്ല ഫ്രണ്ട് ബാക്ക് DVRും കൂടിയിട്ടാണ് നമുക്ക് അതിൽ വരുന്നത്. ഇതാണ് നമ്മുടെ സിസ്റ്റം വരുന്നത്. അത് ഞാൻ വർക്ക് വെച്ച് കാണിച്ചു തരാം. അതേപോലെ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു വുഡന്റെ സ്റ്റൈലിഷ് കിറ്റ്. അത് നമുക്ക് 2 പീസ് ഫ്രണ്ടിൽ ഡാഷ്ബോർഡിൽ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഈ സൈഡിലെ ഡോറിലും 2 പീസ് വരുന്നുണ്ട്. ഫ്രണ്ടിൽ 2 ഡോറിൽ 2 പീസാണ് വരുന്നത്. പിന്നെ നമ്മൾ ഇത് ചെയ്തിട്ടുള്ള വേറെ അടിപൊളിയായിട്ടുള്ള ഒരു ഐറ്റാണ്. ഇതിന്റെ ഫ്രണ്ടില് ഫോഗ് ലാമ്പ് ക്രോമ്, നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഫോഗ് ലാമ്പ് ക്രോമ്, അതേപോലെ തന്നെ നല്ലൊരു DRL. ഇത്രയും വർക്ക് നമുക്ക് ഇതിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ചെയ്തിട്ടുള്ള ഐറ്റാണ് ഫ്രണ്ടിലൊരു സ്കർട്ടിങ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അത് ശരിക്കും എർട്ടിക്ക് വേണ്ടി മാത്രം വരുന്നൊരു സ്കർട്ടിങ് ആണ്. നല്ല ഷോ വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്കർട്ടിങ് ആണ്. ഇത് നല്ല ലുക്കാണ് ശരിക്കും നമുക്ക് ഈ വണ്ടി മേടിക്ക് വരുമ്പോൾ. ഇത്രയും വർക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു വർക്ക് കൂടി നമ്മൾ ചെയ്തത് ഞാൻ നേരത്തെ വർക്ക് വെച്ച് കാണിച്ചിരുന്നു. എന്നാലും ഞാൻ ഇനി ഒരു പ്രാവശ്യം കൊണ്ട് ഇത് വർക്ക് വെച്ച് കാണിച്ചായിരുന്നു. ഇതിനുള്ളൊരു DRL നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അത് നല്ല സ്റ്റൈലായിട്ടുള്ളൊരു വൈറ്റ് DRL. അതിൽ ഇൻഡിക്കേറ്ററും കൂടിയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് സീറ്റിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ട് ഇനി ഒന്നുകൂടി നമുക്ക് വീഡിയോ കാണാം. ഇത്രയും വർക്കുകൾ നമ്മൾ ഇതിൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ നമുക്കൊന്ന് വർക്ക് കഴിച്ച് കാണും ചെയ്യാം. ഇതാണ് നമ്മുടെ സീറ്റ് വരുന്നത്. ഇത് ഫ്രണ്ടിലൊരു സീറ്റാണ്. അതുപോലെ ബാക്ക് റോയിലെ സീറ്റ് ഇതേ വർക്ക് ഏതാണ്ട് കഴിഞ്ഞുകൊണ്ടിരിക്കണം. അപ്പൊ ഇനി നമുക്ക് അതിന്റെ ബാക്കിൽ നമ്മൾ ബമ്പറിൽ വരുന്ന റിഫ്ലക്ടർ മാറ്റിയിട്ട് നമ്മൾ LED ഫിറ്റ് ചെയ്തിട്ടുണ്ട്. LED ഒന്ന് വർക്ക് ചെയ്യിച്ച് കാണാം. ഇതിൽ നമുക്ക് വരുന്നത് കണ്ടോ, ഇത് ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്, പാർക്ക് വരുന്നുണ്ട്, ബ്രേക്ക് വരുന്നുണ്ട്. സാധാരണ രീതിയിൽ കത്തുമ്പോൾ ലൈറ്റായിട്ട് കത്തി നിൽക്കും. അതേപോലെ തന്നെ ബ്രേക്ക് ചവിട്ടുമ്പോൾ അത് ബ്രൈറ്റ് ആവും. ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ അത് സൈഡിലേക്ക് ഫ്ലാഷ് ചെയ്യും. അങ്ങനെയാണ് അതിന്റെ വർക്കിംഗ് വരുന്നത്. അതേപോലെ തന്നെ അതിന്റെ ഡിഫ്യൂസറിന്റെ ഞാൻ നേരത്തെ കാണിച്ചു തന്നിരുന്നു. ഇനി ബാക്കിൽ ടൈലൈറ്റ് ക്രോം കൂടി നമുക്ക് ഒട്ടിക്കാനുണ്ട്. ഞാൻ ഫ്രണ്ടിലെ DRL ഹെഡ്ലൈറ്റും വരുന്ന DRLും അതേപോലെ തന്നെ ഫോഗ് ലാമ്പും വരുന്ന DRL നമുക്കൊന്ന് വർക്ക് വെച്ച് കാണാം. ശരിക്കും ഈ ഇത്രയും വർക്കുകൾ നമ്മൾ ഇലക്ട്രിക് വർക്കുകൾ നമ്മളിൽ മെയിനായിട്ട് ചെയ്തിട്ടുള്ളത് ഒന്ന് ഫ്രണ്ടിലെ DRL, ഒന്ന് ബാക്കിലെ റിയർ റിഫ്ലക്ടർ LED, അതേപോലെ തന്നെ നമ്മുടെ സ്റ്റീരിയോ. ഇതിനൊന്നിനും വയർ കട്ടിങ് വരുന്നില്ല കേട്ടോ. ഇപ്പോൾ ഹെഡ്ലൈറ്റിന്റെ DRL എന്ന് പറയുമ്പോൾ അതുമേ പാർക്കും വരുന്നുണ്ട്, ബ്രേക്കും വരുന്നുണ്ട്. ഇതാണ് ഫോഗ് ലാമ്പിന്റെ സ്വിച്ച് വരുന്നത്. ഫോഗ് ലാമ്പിന്റെ സ്വിച്ചും നമുക്ക് കമ്പനി വരുന്ന പോലെ OE ഫിറ്റിംഗ് തന്നെയാണ്. ആ സ്വിച്ച് അടക്കം അതിനുള്ള ഡമ്മി പീസ് ആയിരുന്നു, അത് മാറ്റി നമ്മൾ സ്വിച്ച് ഫിറ്റ് ചെയ്താണിത്. അപ്പോൾ ഈ DRL നമുക്ക് ഇൻഡിക്കേറ്ററും വരുന്നുണ്ട്, അതേപോലെ തന്നെ പാർക്കും വരുന്നുണ്ട്. പാർക്ക് ഇടുമ്പോൾ അത് വൈറ്റ് ലൈറ്റായിട്ട് കത്തും, ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ അത് സൈഡിലേക്ക് ഫ്ലാഷ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ശരിക്കും വണ്ടിക്ക് ഷോ വരുന്ന ഒരു നല്ലൊരു ഐറ്റം കൂടിയാണ്. അതേപോലെ ഈ സ്കർട്ടിങ്ങും ഞാൻ പറഞ്ഞിരുന്നു നേരത്തെ, ആ ബമ്പറിന്റെ അടിഭാഗത്ത് അതേ ഷേപ്പിൽ തന്നെയാണ് ഈ സ്കർട്ടിങ് വരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്കർട്ടിങ് വരുന്നത് എർട്ടിക്ക് മാത്രം വരുന്നതാണ്. ലിപ്പെന്നും പറയും കേട്ടോ അതിനെ. ഇത് ശരിക്കും 3 പീസിന്റെ സാധാരണ ലിപ്പ് വരുന്നുണ്ട്. അതും ഇതുമ്പോൾ ഫിറ്റ് ചെയ്യാൻ വിരോധമില്ല. ഇതെന്ന് പറഞ്ഞാൽ ശരിക്കും ആ കട്ടിങ് കറക്റ്റായിട്ട് നിൽക്കും. അപ്പോൾ നല്ല ഷോ ആയിരിക്കും. അതേപോലെ ഡിഫ്യൂസർ ഞാൻ നേരത്തെ കാണിച്ചു തന്നിരുന്നു. ഇതൊരു സെറ്റായിട്ട് നമുക്ക് വരുന്നത് കേട്ടോ, സെപ്പറേറ്റ് അല്ല. ഈ ഫ്രണ്ട് സ്കർട്ടിങ്ങിന്റെ കൂടെ വരുന്ന ഡിഫ്യൂസറാണ് നമ്മൾ ബാക്കിൽ ആഡ് ചെയ്തേക്കണത്. യൂണിവേഴ്സലായിട്ട് നമുക്ക് വേറെ ഡിഫ്യൂസർ RTIക്ക് ഉള്ളത് തന്നെ വരുന്നുണ്ട്, വേറെ ഷേപ്പിലുള്ളത് വരുന്നുണ്ട്.
അപ്പൊ ഫ്രണ്ടിലത്തെ വർക്ക് കഴിഞ്ഞ് നമുക്ക് ചെയ്യാനുള്ള നമ്മൾ ഉള്ളിലത്തെ വർക്കുകൾ നമ്മൾ ഫുള്ള് കണ്ടിട്ടില്ല. ഉള്ളിലത്തെ വർക്കുകൾ നമുക്കൊന്ന് കാണാനുണ്ട്. ഉള്ളിൽ നമ്മുടെ അടിയിലെ വിനയൽ മാറ്റ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ ബാക്കിലെ സീറ്റിന്റെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. ഫ്രണ്ടിലെ സീറ്റുകൾ ചെയ്യണം. വിനയൽ മാറ്റിന്റെ വർക്ക് ഫിനിഷ് ആവണുള്ളൂ. ബാക്കിലെ സീറ്റ് നമുക്ക് ഊരിയെടുക്കേണ്ട കാര്യമില്ല വർക്ക് ചെയ്യാനായിട്ട്. പക്ഷെ ബാക്കി സീറ്റുകൾ നമ്മൾ ഊരിയെടുത്തിട്ടാണ് സീറ്റ് കവർ ഇടുന്നത്. അതായത് എന്തായാലും വിനയൽ മാറ്റ് ചെയ്യണമെങ്കിൽ നമുക്കത് ഊരിയെടുക്കണം. അതുപോലെ വുഡന്റെ സ്റ്റൈലിഷ് കിറ്റ്, ഇത് ശരിക്കും ഒരു കിറ്റായിട്ടാണ് വരുന്നത്. ശരിക്കും നമുക്ക് അതിൽ 8 പീസ് നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഉള്ളിലത്തെ വർക്കുകൾ ഏതാണ്ട് തീർന്നുകൊണ്ടിരിക്കുകയാണ്. സീറ്റിന്റെ ഫുള്ള് വർക്ക് കഴിഞ്ഞു. സീറ്റ് ഉള്ളിലേക്ക് കയറ്റിക്കൊണ്ടിരിക്കുന്നു. ബാക്കിലെ സീറ്റ് ഞാൻ നേരത്തെ കാണിച്ചു തന്നിരുന്നു. ഏറ്റവും ബാക്കിൽ ഇതിപ്പോൾ രണ്ടാമത്തെ റോയില് സീറ്റിന്റെ ഫിറ്റിങ്സ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. ഫസ്റ്റ് റോയില് ഒരു സീറ്റ് നമ്മൾ ഇട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ അടിയിലേക്കുള്ള വിനയൽ മാറ്റിന്റെ വർക്ക് ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട്. ഒന്നൊരു ക്ലീനിങ്ങും കാര്യങ്ങളും ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റീരിയോ വർക്ക് വെച്ച് കാണാം. അതേപോലെ തന്നെ നമുക്ക് ഇതിൽ വിൻഡോ ഗാർണിഷ് ലോവർ ഒട്ടിച്ചിട്ടില്ല കേട്ടോ. അതുകൂടി നമുക്ക് ചെയ്യാനുണ്ട്. നമ്മുടെ വിൻഡോ ഗാർണിഷ് ലോവറോട് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ടൈലൈറ്റ് ക്രോം കൂടി നമുക്ക് ഒട്ടിക്കണം. അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വേണം ഇതിന് പറ്റുമെന്ന് നോക്കണം. വെൽക്കം ബാക്ക് ടു റോയ് മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ചെയ്തിരിക്കുന്നത് ഒരു എർട്ടിക വണ്ടിയാണ്. എർട്ടിക വണ്ടി നമുക്ക് വന്നിരിക്കുന്നത് പെരുമ്പാവൂരിൽ നിന്നാണ്. പനങ്കുഴി, പെരുമ്പാവൂര് പാണങ്കുഴി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നാണ് വണ്ടി വന്നിരിക്കുന്നത്. നമ്മുടെ യൂട്യൂബ് ചാനലിലെ വീഡിയോസ് കണ്ടിട്ടാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. എങ്കിലും നമ്മുടെ താങ്ക് യു. അപ്പൊ നമ്മുടെ വർക്കൊക്കെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നു വീഡിയോ കുറെ കണ്ടായിരുന്നു. ഒരു കാലത്ത് ഇവിടെ ഒരു 9:30 ഇവിടെ കറക്റ്റ് എത്തി. ഇപ്പൊ 6 മണിയായി. നമ്മുടെ വർക്ക് ഫുള്ള് കഴിഞ്ഞു. ഇവിടെ വന്നതിന് ശേഷം സിറ്റി പോയി കറങ്ങിയവർ വന്നു. അതിനകത്ത് നമ്മുടെ വർക്കുകളൊക്കെ തീർന്നു. നമ്മൾ ഫുൾ വർക്ക് നമ്മൾ വണ്ടിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ചെയ്തിട്ടുള്ള വർക്കുകൾ നമുക്ക് ഓരോന്നായിട്ടൊന്ന് കാണാം. എന്തെങ്കിലും പറയാൻ അതെ പറഞ്ഞു എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. അപ്പൊ നമ്മള് ഫ്രണ്ടില് നല്ലൊരു ഫോഗ് ലാമ്പ്, അതോടുകൂടി തന്നെ ഒരു ക്രോമും അതേപോലെ തന്നെ DRൽ നമ്മൾ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ എന്റെ ഫ്രണ്ടില് സ്കർട്ടിങ് അടിപൊളിയായിട്ടുള്ള ഒരു ഗ്ലോസി ബ്ലാക്കിലൊരു സ്കർട്ടിങ് നമ്മൾ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഹെഡ്ലൈറ്റും ഒരു DRൽ, അത് ഇൻഡിക്കേറ്റർ അടക്കമുള്ളതാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. പാർക്ക് ഓൺ ചെയ്തേ, പാർക്ക് ഹസാർഡ് ഓഫ് ചെയ്തോ. അപ്പൊ അതെ, പാർക്ക് ഇടുമ്പോൾ അത് നല്ല വൈറ്റ് ആയിട്ട് നമുക്ക് കത്തും. വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു വൈറ്റ് കളറാണ്. നമുക്ക് രാത്രി നല്ല ഭംഗിയായിരിക്കും. അത് പകല് നമുക്ക് എടുത്ത് കാണിക്കില്ല, പക്ഷെ വൈകിട്ട് നല്ല രസമായിട്ടുള്ള ഒരു മോഡലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ ക്രോം ഐറ്റംസ്, ക്രോം നമ്മൾ ചെയ്തിട്ടുള്ളത് വിൻഡോ ഗാർണിഷ് ലോവർ, അതേപോലെ തന്നെ ക്യാച്ച് കവർ, റെയിൻ ഗാർഡ് വിത്ത് ക്രോം, അതേപോലെ തന്നെ റൂഫ് റെയില്. പിന്നെ സൈഡിലേക്ക് വരുമ്പോൾ നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു സൈഡ് ബീഡിങ്, അത് എർട്ടികാന്ന് പഞ്ച് ചെയ്തിട്ടുള്ള ഒരു സൈഡ് ബീഡിങ് ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ ബാക്കിലേക്ക് വരുന്നത് ടൈലൈറ്റ് ക്രോം. ഈ വിൻഡോ ഗാർണിഷ് ലോവർ നമുക്ക് ക്വാർട്ടർ ഗ്ലാസ് ഉൾപ്പെടെ വരുന്നുണ്ട് കേട്ടോ. അതേപോലെ തന്നെ റൂഫ് റെയില്, സ്പോയിലർ, ടൈലൈറ്റ് ക്രോം, അതേപോലെ തന്നെ ഡിക്കിമ് വരുന്ന 3 ക്രോമുകൾ. ഏറ്റവും മുകളിലൊരു ക്രോം, അതിൻ്റെ തൊട്ട് താഴെ ഒരു ക്രോം, അതിൻ്റെ അടിയിലൊരു ക്രോം, യു ക്രോം. പിന്നെ നമ്മൾ ചെയ്താണ് റിഫ്ലക്ടർ LED. നമ്മൾ റിഫ്ലക്ടർ മാറ്റിയിട്ട് നല്ലൊരു LED നമ്മളിതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ അടിയിലേക്ക് ഡിഫ്യൂസർ, നല്ല സ്റ്റൈലായിട്ടുള്ള ഒരു ഡിഫ്യൂസർ ഞാൻ നേരത്തെ കാണിച്ചിരുന്നു. അത് ഒന്നും കൂടി ഒന്ന് കാണിക്കണേ. അപ്പൊ നമുക്ക് ആ റിഫ്ലക്ടർ ഒന്ന് ഹസാർഡ് ഓൺ ചെയ്തൊന്ന് കാണാം നമുക്ക് അതിന്റെ LED. ഓക്കെ, ഇനി നമുക്കിത് ഉള്ളിലേക്ക് വരുമ്പോ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഡോർസിൽ പ്ലേറ്റ്, എർട്ടിഗാന്ന് എഴുതിയിട്ടുള്ളൊരു ഡോർസിൽ പ്ലേറ്റ്, അതേപോലെ തന്നെ ഒരു 70 മാറ്റ്, അടിപൊളിയായിട്ടുള്ളൊരു 70 മാറ്റ്, ബ്ലാക്ക് 70 മാറ്റാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ ആംബിയൻ ലൈറ്റ് നമ്മൾ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ സീറ്റ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, നമ്മൾ ടാനും ബ്ലാക്കും കൂടിയാണ് ചെയ്തിരിക്കുന്നത്. സാധാരണ നമ്മൾ കൂടുതൽ എർട്ടിഗയിൽ ചെയ്തിട്ടുള്ളത് ബീജ് കളറാണ്, പക്ഷെ ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത് ടാനും ബ്ലാക്കാണ്. പക്ഷെ നല്ല ഷോ ആയിട്ടുണ്ട് ടാനും ബ്ലാക്കും. അതേപോലെ തന്നെ ഫ്രണ്ടിലെ ഡോർസിൽ പ്ലേറ്റ് നമ്മൾ ലൈറ്റ് ഉള്ളതാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. 4 ഡോറിലേക്ക് നമുക്കത് വരുന്നുണ്ട്. അതേപോലെ തന്നെ 70 മാറ്റ് ബ്ലാക്ക് നമ്മൾ ചെയ്തിരുന്നത്. സാധാരണ ബീജ് കളർ നമ്മൾ ചെയ്യാറുള്ളത്, നമ്മൾ ഇതിൽ ചെയ്തിരിക്കുന്നത് ബ്ലാക്ക് കളറാണ്.
പിന്നെ 9 ഇഞ്ചിന്റെ നല്ലൊരു ആൻഡ്രോയിഡ് സിസ്റ്റം നമ്മളിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് DVR അടക്കം വരുന്നൊരു സിസ്റ്റമാണ് നമ്മളിൽ കയറ്റിയിട്ടുള്ളത്. ഫ്രണ്ട് ബാക്ക് DVR നമുക്ക് ഇതിൽ വരുന്നുണ്ട്. അതെ, റിവേഴ്സ് ഇടുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ബാക്ക് നല്ല ക്ലിയർ ആയിട്ട് കാണാം. അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വൈഡായിട്ട് കാണാവുന്ന ഒരു ക്യാമറയാണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ നമുക്ക് ഫ്രണ്ട് ബാക്ക് DVR കൂടിയിട്ട് നമുക്ക് ഇതിൽ വരുന്നുണ്ട്. ഇപ്പൊ ഫ്രണ്ടും ബാക്കും കൂടിയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. നമ്മൾ ഫ്രണ്ട് മാത്രം കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്ക് മാത്രമാണെങ്കിൽ രണ്ടും സെപ്പറേറ്റ് ഇട്ട് കാണാം. ഇതിപ്പോ ബാക്ക് മാത്രമാണ് നമ്മൾ കാണുന്നത്. ഇപ്പൊ വീണ്ടും പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്രണ്ടും ബാക്കും കാണാം. ഇപ്പൊ ഫ്രണ്ട് മാത്രമാണെങ്കിൽ നമുക്ക് ഫ്രണ്ട് മാത്രം കാണാൻ പറ്റും. ഇതിപ്പോ ഫ്രണ്ട് മാത്രമാണ്. വീണ്ടും നമ്മൾ ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫ്രണ്ടും ബാക്കും കാണാം. ഈ ബാക്ക് മാത്രമാണെങ്കിൽ ബാക്ക് മാത്രമായിട്ട് കാണാം. രണ്ടും കൂടി ഒന്നിച്ച് കാണാം. അപ്പൊ മുകളിൽ കാണുന്ന ഭാഗം ഫ്രണ്ട് ആണ്, അടിയിൽ കാണുന്നത് ബാക്കാണ്. അപ്പൊ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞത് 9 ഇഞ്ചിന്റെ ആൻഡ്രോയിഡ് സിസ്റ്റം ഉണ്ട്. നമുക്ക് ഇത് പ്ലേ സ്റ്റോറിൽ നിന്ന് എന്ത് വേണമെങ്കിലും നമുക്ക് ഇതിൽ ഡൗൺലോഡ് ചെയ്യാം. നമുക്ക് ഫോണിൽ നിന്ന് ഹോട്ട്സ്പോട്ട് വഴിക്ക് ഡാറ്റ കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അതേപോലെ തന്നെ സ്റ്റിയറിംഗ് കവർ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. സീറ്റിന്റെ അതേ മെറ്റീരിയലിൽ തന്നെ നമ്മൾ സ്റ്റിയറിംഗ് കവറും ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത്രയും വർക്കുകളാണ് നമ്മൾ ഇതിൽ ചെയ്തിട്ടുള്ളത്. അപ്പോ ചേട്ടന്റെ പേര് ഞാൻ മറന്നു. സിബി. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അത് മാത്രമല്ല, വന്നതിൽ വളരെ സന്തോഷം, നന്ദി എല്ലാം അറിയിക്കണം. പറഞ്ഞോ. എന്റെ പേര് കെൽവിൻ. കെൽവിൻ. കെൽവിനാണ് ഇന്നത്തെ താരം ട്ടാ. അപ്പൊ ഓക്കെ, ബൈ.